തരം തിരുവേദം മനസമോദ വികാസം. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. തുടർന്നുള്ള അല്പസമയം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്ന് ആ 15-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന വിഷയത്തെ അധികരിച്ച് ചില കാര്യങ്ങൾ പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഞങ്ങൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരു പാഠമാണ്. അപ്പോൾ തന്നെ ആ വിഷയം എത്ര ലഘുവായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് പുസ്തകത്തിലുള്ള ഒരു സൺഡേ സ്കൂൾ പുസ്തകത്തിൽ വരുന്ന ഒരു കാര്യമല്ല, പല പാഠമല്ല. ഇത് സൺഡേ സ്കൂളിലെ പുസ്തകത്തിൽ വരുന്ന ഒരു പാഠമല്ല. കഴിഞ്ഞ നാളുകളിൽ ദൈവവചനം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ ചില ചിന്തകൾ ഈ ദിവസങ്ങളിൽ ഞാൻ സൺഡേ സ്കൂളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ വിഷയം എന്ന് പറയുന്നത് ക്രിസ്തീയ ഫലമാണ്. ക്രിസ്തീയ ഫലം എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിലെ വിഷയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികളുടെ സമൃദ്ധിയായ ഫലം എന്നും നമുക്ക് ആ അധ്യായത്തിലെ ഒരു വിഷയമായി നമുക്ക് ഹെഡിങ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ അധ്യായത്തിലെ വിഷയം അതാണ് എന്ന് തെളിയിക്കുന്ന വാക്യങ്ങളാണ് ആ അധ്യായത്തിലെ 2-ാമത്തെ വാക്യം, 4-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യം. ഇത്രയും വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്കറിയാം ഈ അധ്യായത്തിൽ ഈ വിഷയം ആണ് പ്രതിപാദിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ വിഷയം എന്ന് പറയുന്നത് ക്രിസ്തീയ ഫലം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികളുടെ സമൃദ്ധിയായ ഫലം എന്നുള്ളതാണ് ആ വിഷയം എന്ന് പറയുന്നത്. ഞാനതിന് ആധാരമായി ഒരു വാക്യം വായിക്കാം അധ്യായത്തിൽ നിന്ന്. എന്നിട്ട് ചില കാര്യങ്ങൾ ആ വാക്യത്തെ അധികരിച്ച് പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 16-ാമത്തെ വാക്യം, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കിവെച്ചും ഇരിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ക്രിസ്തീയ ഫലം അവരിൽ നിന്ന് ഉണ്ടാകണം. ഇതാണ് ഈ അധ്യായത്തിലെ വിഷയം എന്ന് പറയുന്നത്. ഈ ക്രിസ്തീയ ഫലം എന്ന് പറയുന്നത് എന്തല്ല എന്ന് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മുടെ ധാരണ, ഈ രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെയൊക്കെ ഒരു ധാരണ എന്ന് പറയുന്നത് എന്താണ് ക്രിസ്തീയ ഫലം എന്നുള്ള ചില ധാരണകൾ അവർക്കും ഉണ്ടാകാം. എന്നാൽ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ക്രിസ്തീയ ഫലം എന്ന് പറയുന്നത് രക്ഷയല്ല ക്രിസ്തീയ ഫലം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ഒരു ധാരണ അങ്ങനെയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടു, അത് ക്രിസ്തീയ ഫലത്തിന്റെ ഗണത്തിൽ നമ്മൾ പെടുത്തുകയാണ്. രക്ഷയല്ല. കാരണം രക്ഷ ദൈവം നൽകുന്ന ദാനമാണ്. അതുകൊണ്ട് അത് ക്രിസ്തീയ ഫലത്തിൽ വരുന്നതല്ല, അത് ദൈവം നൽകുന്ന ദാനമാണ്. നമ്മൾ ഈ വാക്യം തന്നെ വായിക്കുമ്പോൾ അറിയാം, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് ഫലത്തിന്റെ കാര്യം അവിടെ പറയുന്നത്. അപ്പോൾ നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഒരിക്കലും ക്രിസ്തീയ ഫലമല്ല, അത് ദൈവം നൽകുന്ന ദാനമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് നിങ്ങൾ ഫലം കൊടുക്കേണ്ടത് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ അധ്യായത്തിന്റെ ക്രമം തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം. 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവ് ഒരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന വിശ്വാസിയിൽ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ് എന്ന് നമുക്കറിയാം, എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയും രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ ലഭിച്ച, അഥവാ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്ന കർത്താവിനോട് ചേർത്ത് ഒട്ടിക്കപ്പെട്ട കൊമ്പുകൾ, അവരാണ് ഫലം കൊടുക്കേണ്ടത്. പിന്നെ ഫലം എന്ന് പറയുന്നത് മറ്റൊരു ധാരണ നമുക്കുള്ളത് സ്നാനം, കർത്തൃമേശ. ഇത് ഫലമാണോ? വാസ്തവത്തിൽ ഇത് ഫലം എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയുകയില്ല.
കാരണം സഭയുടെ പുതിയ നിയമസഭയുടെ 2 അനുഷ്ഠാനങ്ങളാണത്, 2 കുദാശകൾ എന്നൊക്കെ നമുക്ക് പറയാം. രക്ഷിക്കപ്പെട്ട ഒരാൾ സ്നാനപ്പെടണം, ഇത് ദൈവവചനത്തിന്റെ പ്രമാണമാണ്. രക്ഷിക്കപ്പെട്ട ഒരാൾ കർത്തൃമേശയുടെ ഭാഗമാകണം, ഇത് സഭയ്ക്ക് നൽകുന്ന 2 അനുഷ്ഠാനങ്ങളാണ്. അപ്പോൾ അത് ഫലമാണ് നമ്മൾ കരുതരുത്. നമ്മൾ ഒരു പക്ഷേ എത്ര വർഷമായി രക്ഷിക്കപ്പെട്ടത് അവനവനും അറിയാം. 7, 8, 10, 20, 25 വർഷങ്ങളൊക്കെയായി. നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് ആകെ ചെയ്യുന്ന കാര്യം എന്താണ്? സ്നാനപ്പെട്ടു, കർത്തൃമേശയിൽ സംബന്ധിക്കുന്നു, വല്ലപ്പോഴും ഒരിക്കലും കൂട്ടായ്മയ്ക്ക് വന്നാലായി. നമ്മുടെ ഫലം എന്താണ്? നമ്മൾ എന്താണ് നമ്മൾ ഫലമാണെന്ന് കരുതുന്നത്? എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രകടമായ പ്രവർത്തനങ്ങൾ കണ്ടാൽ നമുക്ക് പറയാൻ കഴിയും, ഒരു പക്ഷെ ഇതാണ് ആത്മീക ഫലം എന്ന് നമ്മൾ കരുതുകയാണ്. അതല്ല വേദപുസ്തകം പറയുന്ന ആത്മീക ഫലം എന്ന് പറയുന്നത്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ നമുക്ക് ആത്മീക ഫലം എന്താണ് എന്ന് നമ്മൾ പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, രക്ഷിക്കപ്പെട്ടവരിൽ നിന്ന് അഥവാ വിശ്വാസികളിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്നതാണ് ഫലം എന്ന് പറയുന്നത്. അതിൽ ദൈവത്തിന്റെ ആഗ്രഹമാണ് ഫലം എന്ന് പറയുന്നത്. അവരിലൂടെ ദൈവത്തിന്റെ ഇഷ്ടമാണ് ഫലം എന്ന് പറയുന്നത്. അത് നമ്മൾ ഓർക്കേണ്ടതാണ്. രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസികളിൽ നിന്നും, ഓരോ യഥാർത്ഥമായ ഓരോ ക്രിസ്ത്യാനിയിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്നതാണ് ഫലം എന്ന് പറയുന്നത്. ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അയക്കുന്നു, നിങ്ങൾ പോയി ഫലം കായ്ക്കണം. ഇത് ദൈവം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പലപ്പോഴും ഈ സുവിശേഷകന്മാർ, മൂപ്പന്മാർ എന്നുള്ള ഈ സ്ഥാനങ്ങൾ ഇങ്ങനെ കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ ചെയ്യേണ്ടത് അവരാണെന്നുള്ള ധാരണ നമുക്കുണ്ടായേക്കാം. അല്ല, ഇവിടെ മൂപ്പന്മാർ പല കായ്ക്കുന്ന ഒരു കാര്യങ്ങൾ പറയുമ്പോൾ മൂപ്പന്മാരുടെ കാര്യമോ സുവിശേഷന്മാരുടെ കാര്യമോ ഒന്നുമില്ല. എല്ലാ വിശ്വാസികളും ഫലം കൊടുക്കണം. ഇത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പരിശോധിച്ച് നോക്കുവാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. ബൈബിളിലെ ഇതര വേദഭാഗങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ ഇത് കാണാനായിട്ട് കഴിയും. ഉദാഹരണമായി 1-2 കാര്യങ്ങൾ മാത്രം, സമയപരിധി കൊണ്ട് 1-2 വാക്യങ്ങൾ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം നമ്മൾ വളരെ പരിചിതമായ ഒരു വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്നാണ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. ഇത് കർത്താവ് പറയുന്ന വാക്കുകളാണ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. ഇതേ കാര്യം അപ്പോസ്തല പ്രവൃത്തികളിൽ 26-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യുവിൻ എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, രക്ഷ എന്ന് പറയുന്നത് ഫലമല്ല. അവിടെയും പറയുന്നത് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞവരാണ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ അല്ലെങ്കിൽ ഫലം കൊടുക്കേണ്ടത് എന്ന് അപ്പോസ്തലൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. ഈ കാര്യം തന്നെ ഇതിനോടനുബന്ധമായി മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഈ ഫലത്തോട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വേദഭാഗമാണ്. ഞാനത് എല്ലാം വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു വാക്ക് അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. 21-ാമത്തെ വാക്യത്തിൽ, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായി എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം, ആ ഇഷ്ടത്തിൽ വരുന്നതാണ് ഈ ഫലം എന്ന് പറയുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഫലം എത്രത്തോളം നാം കൊടുക്കണം, അത് ഒരു വിഷയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ഈ ഫലം കൊടുക്കുക എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യം, നമ്മളെല്ലാം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഫിലിപ്പ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 1-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം, ആ വാക്യം ഞാനിങ്ങനെ വായിക്കാം. ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണം എന്നാണ്.
പൗലോസ് ഫിലിപ്പിയരോട് പറയുമ്പോൾ അവിടെ പറയുന്നത് ഫലം നിറഞ്ഞവരായി തീരണം. എന്താണ് ഫലം എന്ന് ചിന്തിക്കുമ്പോൾ അതിനകത്ത് ആ ഫലം എന്താണ് എന്നവിടെ വരുന്നുണ്ട്. ഞാനത് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പൗലോസ് പറഞ്ഞത് നിങ്ങൾ ഫലം നിറഞ്ഞവരായി തീരണം എന്നാണ് പൗലോസ് പറയുവാനായിട്ട് ഇടയായി തീരുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയും ഏത് വേദഭാഗങ്ങൾ, അനേക വേദഭാഗങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അതിന് യോഗ്യമായ ഫലം കൊടുക്കണം എന്നുള്ള കാര്യം ദൈവം തന്റെ ഇഷ്ടത്തിൽ നൽകി. ദൈവം പറയുന്നത് പൗലോസ് ലേഖനങ്ങളിലൂടെ രേഖപ്പെടുത്തുന്നു, നമ്മൾ ഫലം കൊടുക്കുന്നവരാകണം എന്ന് പറയുകയാണ്. ഇനി ഞാൻ പറയട്ടെ, ഫലം കൊടുക്കണമെന്ന് കർത്താവ് പറയുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ആവശ്യം എന്താണ്? അതാണ് നമ്മൾ അടുത്തത് ചിന്തിക്കാനായിട്ട് പോകുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ക്രൈസ്തവ ഫലം കൊടുക്കണം. അത് കൊടുക്കണമെന്ന് തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാ വാക്യവും ഞാൻ അതിനോട് ബന്ധപ്പെട്ട് വായിക്കുന്നില്ല. എന്നാൽ അതങ്ങനെ പറയുന്നത്, ഫലം കൊടുക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നതിന്റെ കാരണം എന്താണ്? അതാണ് നമ്മൾ തുടർന്ന് ചില കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വന്നാൽ അവിടെ നമുക്ക് ഫലം കൊടുക്കണം എന്ന് കർത്താവ് പറയാനുള്ള കാരണം എന്താണ് എന്ന് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് 20-ാമത്തെ വാക്യത്തിൽ, 7-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. ഞാൻ വാക്യം വായിക്കാത്തത് നമുക്കെല്ലാം വളരെ പരിചിതമായ വാക്യങ്ങളാണിത്. അതിന്റെ 17 മുതൽ നമ്മൾ വായിച്ചാൽ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയും എന്നാണ്. ഇതേ കാര്യം തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്. അവിടെ എങ്ങനെയാണ്? ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ട് അറിയാം എന്നാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മൾ ലോകത്തിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുത്തു. അതാണല്ലോ നമ്മൾ കുറിവാക്യമായി വായിച്ചത്. നമ്മൾ ലോകക്കാരായിരുന്നു. നമ്മെ ലോകത്തിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഇന്നാണ് എന്നെ തിരഞ്ഞെടുത്തതെന്നിരിക്കട്ടെ, ഇന്നാണ് എന്നെ തിരഞ്ഞെടുത്തത് എങ്കിലും നാളെ ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ്. നിങ്ങൾ പോയി ഫലം കായ്ക്കണം. ഇത് അനേക സ്ഥലത്ത് ശിഷ്യന്മാരെ വിളിച്ച് അയക്കുന്ന ഭാഗങ്ങൾ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചെന്നായ്ക്കളുടെ നടുവിൽ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ്. അവൻ 12 പേരെ യേശു അയക്കുമ്പോൾ അപ്പോൾ നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികളിലെ വിഷയം തന്നെ, ആ അപ്പോസ്തല പ്രവൃത്തി പഠിച്ചപ്പോൾ നമുക്കറിയാം സാക്ഷികൾ എന്നുള്ളതാണ്. നിങ്ങൾ പോകുവിൻ, എന്റെ സാക്ഷികളാകുവിൻ എന്നാണ്. അപ്പോൾ നമ്മെ ദൈവം ഇന്ന് തെരഞ്ഞെടുത്തു എന്നിരിക്കട്ടെ. ഇന്ന് എന്നെ തെരഞ്ഞെടുക്കുമ്പോൾ കർത്താവ് എന്നെ അയക്കുകയാണ്. എങ്ങോട്ടാണ് എന്നെ അയക്കുന്നത്? എന്നെ അയക്കുന്നത് ഞാൻ എവിടെയാണോ ആയിരിക്കുന്നത് ആ സ്ഥാനത്തേക്ക് തന്നെയാണ് എന്നെ അയക്കുന്നത്. നമ്മൾ നോക്കട്ടെ, ഞാൻ സാധാരണ മുണ്ടും ഷർട്ടും എടുക്കുന്ന ഒരാളാണ്, ചെരുപ്പും ഇടാറുണ്ട്. ഇന്ന് എന്നെ തെരഞ്ഞെടുത്താൽ ഞാൻ നാളെ ലോകത്തിലേക്ക് പോകുമ്പോൾ എന്റെ വസ്ത്രം മാറുന്നില്ല, ഞാൻ ആ വസ്ത്രം തന്നെയാണ് ധരിക്കുന്നത്. എന്റെ ഭക്ഷണം മാറുന്നില്ല, ഞാൻ ആ ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത്. ഞാൻ കാണുന്ന ആളുകൾക്ക് വ്യത്യസ്തതയില്ല, അവരെ തന്നെയാണ് ഞാൻ കാണുന്നത്. ഞാൻ ആ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്, ഞാൻ ആ കുടുംബത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ആ സ്ഥാപനത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്, ഞാൻ ആ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്, ആ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. എന്റെ ജോലിക്ക് വ്യത്യാസമില്ല, എന്റെ ഡ്രസ്സിന് വ്യത്യാസമില്ല, എന്റെ ഭക്ഷണത്തിന് വ്യത്യാസമില്ല, ഞാൻ കാണുന്ന ആളുകൾക്ക് വ്യത്യാസമില്ല, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് വ്യത്യാസമില്ല, ഇതൊന്നും വ്യത്യാസമില്ല. പക്ഷെ ഒരു കാര്യം കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഫലം കായ്ക്കേണ്ടതിനായിട്ട് അയക്കുന്നു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. എന്തിനാണ് ഫലം കായ്ക്കുന്നത്? അതാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്. ഈ വൃക്ഷത്തെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. ഇന്നത്തെ ഒട്ടനവധി വിശ്വാസികളെയൊക്കെ നമുക്കറിയാം, ആരും ക്ലീൻ ഷേവ് ഒന്നും ചെയ്തവരല്ല. ഒരു കാലത്തൊക്കെ മർത്തോമക്കാർ വരെ അങ്ങനെയായിരുന്നു. നമുക്ക് അവരെ കാണാനായിട്ട് കഴിയും. വിശ്വാസികൾ അധികം പേരും അങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരുന്നു. കുറച്ചുപേരൊക്കെ ആഭരണമില്ലാത്തത് കൊണ്ടൊക്കെ അറിയാം. എന്നാൽ ഞാൻ പറയട്ടെ, ഒരു വിശ്വാസിയെ തിരിച്ചറിയുന്നത് ലക്ഷണം, അത് നല്ലതാണ്, അവരെ തിരിച്ചറിയാൻ നമുക്ക് ഉതകുന്നതാണ്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അത് പലപ്പോഴും ഉപകാരപ്രദമാണ്. എന്നാൽ അവരെ തിരിച്ചറിയേണ്ടത് ഫലം കൊണ്ടാണ്. കർത്താവ് അതാണ് പറയുന്നത്, ഫലം കൊണ്ട് തിരിച്ചറിയണം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ?
രക്ഷിക്കപ്പെട്ടിട്ട് ഇത്രയും നാളുകളായി. നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്ത്, നമ്മുടെ സ്ഥാപനത്തിൽ, നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, അയൽവക്കങ്ങളിൽ, നമ്മുടെ ജോലി ചെയ്യുന്ന നമ്മുടെ പണി എന്തുമാകട്ടെ, നമ്മൾ എവിടെയുമാകട്ടെ, നമ്മളെ അവർ തിരിച്ചറിയുന്നുണ്ടോ? വാസ്തവത്തിൽ അതിന് തക്കതായ ഫലം നമ്മിൽ നിന്നുണ്ടാകുന്നുണ്ടോ? അത് പലപ്പോഴും ഇപ്പോഴും ആ പഴയ പ്രകൃതത്തിലും പഴയ രൂപത്തിലും ആ പഴയ അല്ലെങ്കിൽ ആ പഴയ മനുഷ്യനായിട്ട് നമ്മെ അവർ അറിയുകയാണോ? അല്ല, ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മെ സമൂഹത്തിൽ വ്യത്യസ്തരാകണം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നമ്മിൽ നിന്ന് ഉണ്ടാകണം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ അതിന്റെ 17 മുതൽ നമ്മൾ വായിക്കുമ്പോൾ 2 തരം ഫലത്തെ കുറിച്ചാണ് പറയുന്നത്. നല്ല വൃക്ഷം, 2 തരം വൃക്ഷത്തെ കുറിച്ചാണ് പറയുന്നത്. നല്ല വൃക്ഷം, ആഘാത്ത വൃക്ഷം എന്നാണ്. അപ്പോൾ ഇത് 2 ഹൃദയത്തെയാണ് കാണിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നല്ല മനുഷ്യൻ തന്റെ നല്ല ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. അവിടെ വായിക്കുന്നുണ്ട്, ദുഷ്ട മനുഷ്യൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നു. നിങ്ങൾ നോക്കിക്കേ, ഇതൊരു വൃക്ഷത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ആ വൃക്ഷം മനുഷ്യൻ എന്ന വൃക്ഷമാണ്. ഇതിന്റെ കാതലായ ഭാഗം അവന്റെ ഹൃദയമാണ്. ആ ഹൃദയത്തിലാണ് അവന് മാറ്റം വന്നത്. ഞാൻ 6 അടി പൊക്കമുള്ള ഞാൻ രക്ഷിക്കപ്പെട്ടാൽ എനിക്ക് 6 അടി തന്നെ പൊക്കമുണ്ട്. ഇത് 5 അടി 1/2 അടി ഒന്നും കുറയില്ല. 90 കിലോ തൂക്കം എനിക്കുണ്ടെങ്കിൽ 90 കിലോ തൂക്കമുണ്ട്. അതെ, ആ മനുഷ്യന് മാറ്റം വരുന്നില്ല, അവന് ഡ്രസ്സിൽ മാറ്റം വരുന്നില്ല. പക്ഷേ മാറ്റം വരേണ്ടത് അവന്റെ ഹൃദയത്തിലാണ്. അവന് രൂപാന്തരം സംഭവിക്കേണ്ടത് ഹൃദയത്തിൽ നിന്നാണ് ഫലമുണ്ടാകേണ്ടത്. അപ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ ഒരു വിശ്വാസിയിൽ സംഭവിക്കുന്ന കാര്യം, ദുഷ്ടത നിറഞ്ഞ അവന്റെ ഹൃദയം ഒരു നല്ല ഹൃദയമായി മാറുന്നു. നല്ല ഹൃദയമായി മാറുന്നു. നല്ലത് പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം അവനുണ്ടാകുന്നു. നമ്മളൊരു 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. ഒരുവൻ, നമുക്കെല്ലാം പരിചിതമായ ഒരു വാക്യമാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. സൃഷ്ടിയാകുന്നു. ഒരു ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറയാൻ ഇതിന് വല്ല മാറ്റം വരുന്നുണ്ടോ? മാറ്റം വരേണ്ടത് ഹൃദയത്തിലാണ്. യഥാർത്ഥത്തിൽ അവൻ അനുതാപം ഉണ്ടാകേണ്ടത് അവൻ ഹൃദയത്തിലേക്കാണ് അവന്റെ കർത്താവിനെ സ്വീകരിച്ചത്. കർത്താവിന്റെ ഹൃദയത്തിലാണ് അവൻ ഹൃദയത്തിൽ മാറ്റമുണ്ടാകണം. അവന്റെ ഹൃദയം നന്നാകണം. പ്രവചന പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്, കല്ലുപോലുള്ള ഹൃദയത്തെ ഞാൻ മാംസളമായ ഒരു ഹൃദയമാക്കി തീർക്കും. നമ്മളെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, നമ്മൾ ഏത് മേഖലയിൽ നിൽക്കുന്നയാളുമാകട്ടെ, നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ, നമ്മുടെ പ്രവൃത്തികളിൽ ഈ നാളുകളിൽ ഈ ഫലം കാണണം. നേരത്തെ സംസാരിച്ചതുപോലെ സംസാരിക്കാനാണെങ്കിൽ, നേരത്തെ ഇടപെട്ടതുപോലെ ഇടപെടാനാണെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നില്ല. തികച്ചും ഒരു പുതിയ സൃഷ്ടിയായി നാം തീരണം. ഒരു നല്ല വൃക്ഷമായി നാം തീരണം. ഒരു നല്ല ഹൃദയത്തിന്റെ ഉടമയായി നാം തീരണം. നമ്മിലൂടെ ദൈവത്തിന്റെ നാമം, ദൈവത്തിന്റെ ഫലം, അല്ലെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന മാനസാന്തരത്തിന്റെ ഫലം മറ്റുള്ളവർ കാണുവാനായിട്ട് ഇടയായി തീരണം. ഇത് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ അവിടെ കാണുന്നത് ഈ ഫലത്തിന്റെ നിരയാണ്. നമ്മൾ അതൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഈ ഫലത്തിന് ഒരു നിര അവിടെ പറയുന്നുണ്ട്. 16-ാം അധ്യായം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ പോയി ഫലം കായ്ക്കണം എന്നാണ്. ഫലം കായ്ക്കണം. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയിൽ ഒരിക്കലും ഫലമില്ലാതെ വരികയില്ല. അവൻ ഫലം കായ്ക്കുകയാണ്. എന്നാൽ അവിടെ നമ്മൾ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അധിക ഫലം കായ്ക്കണം എന്നാണ്. അധിക ഫലം കായ്ക്കണം. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് വളരെ ഫലം കായ്ക്കണം എന്നാണ്. ഇതിനോട് ചേർത്ത് നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ വാക്ക് നമ്മൾ വായിച്ചാൽ, നീതിഫലം നിറഞ്ഞവരായി തീരണം. നീതിഫലം നിറഞ്ഞവരായി തീരണം. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരാൾ വാസ്തവത്തിൽ ഫലം കായ്ച്ചു തുടങ്ങുകയാണ്. ഞാൻ ഫലം അല്ല സ്നാനം എന്ന് പറഞ്ഞെങ്കിലും, കർത്തൃമേശ എന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറയട്ടെ, രക്ഷിക്കപ്പെട്ട ഒരാൾ സ്നാനപ്പെടുന്നതിനോ കർത്തൃമേശയിൽ സംബന്ധിക്കുന്നതിനോ വിമുഖത കാണിക്കുകയില്ല. അവൻ ഫലം കായ്ച്ചു തുടങ്ങുകയാണ്. അഥവാ ദൈവവചനത്തോടുള്ള അവന്റെ അനുസരണം അവിടെ തുടങ്ങുകയാണ്.
നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പ്രാരംഭമൊക്കെ വായിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ആ സമയത്ത് തന്നെ അവരെ സ്നാനപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ ദൈവത്തിന്റെ വചനം പഠിച്ച് അതിനൊക്കെ ഉറപ്പും നിശ്ചയവും അത് കാലഘട്ടങ്ങൾ മാറുന്ന അതിന്റെ ആവശ്യകത അതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് അവൻ വിമുഖതയും കാണിക്കേണ്ട ആവശ്യമില്ല. ആ ഫലം അവനിൽ തുടങ്ങുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ നീതി അത് അധിക ഫലം കായ്ക്കണം, വളരെ ഫലം കായ്ക്കണം. രക്ഷിക്കപ്പെട്ടിട്ട് 25 വർഷമായി ഇപ്പോഴും ആ ഫലം കായ്ക്കുന്നത് ഒരു വ്യത്യാസവുമില്ല. വരുന്നു, യോഗത്തിന് പോകുന്നു, അപ്പം നിൽക്കുന്നു, പോകുന്നു, വരുന്നു, യോഗത്തിന് വരുന്നു, അപ്പം നിൽക്കുന്നു, പോകുന്നു. ഞാൻ എല്ലാവരും കൂട്ടിയാട്ടോ ഈ കാര്യം പറയുന്നത്. അല്ലാതെ യാതൊരു ഫലവും നമ്മിൽ നിന്ന് ഉണ്ടാകുന്നില്ല. അങ്ങനെയല്ല. കർത്താവ് ഒരു പ്രസിദ്ധമായ ഉപമ വിശ്വാസികൾക്കല്ലാത്തവർക്ക് പോലും എഴുത്തുകാർക്കും വാഗ്മീവികൾക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഉപമ കർത്താവ് പറഞ്ഞു. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, വിത്ത് വിതക്കാരന്റെ ഉപമയാണ്. കർത്താവ് പറഞ്ഞ ഉപമ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. വിത്ത് 4 സ്ഥലങ്ങളിൽ വീണു എന്ന് പറയുന്നുണ്ട്. ഒന്ന് വഴിയരികിൽ വീണു, ചിലത് ഏറെ മണ്ണില്ലാത്തടത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. നമ്മൾ ആ ഭാഗം വായിച്ചിട്ടുണ്ടല്ലോ, നല്ല നിലത്ത് വീണു. അവിടെ നല്ല നിലത്ത് വീണ വിത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിന് വിളവ് പറയുന്നത് അവിടെ നമുക്ക് ഓർമ്മയുണ്ടാകും. വിളവ് പറയുന്നത് അവിടെ 0 നിന്നല്ല തുടങ്ങുന്നത്, മറിച്ച് 30%, 30 മേനി വിളഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. 30 മേനി വിളഞ്ഞു, പിന്നെ അത് 60 പിന്നെ അത് 100. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എവിടെ നിൽക്കുന്നു ഫലം കായ്ക്കുന്ന കാര്യത്തിൽ? നമ്മളിപ്പോഴും ഫലം കായ്ക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അധിക ഫലം കായ്ക്കുക. ഞാൻ ഈ വാക്ക് പലപ്പോഴും ബൈജു പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്. അധിക ഫലം കായ്ക്കുക, അല്ലെങ്കിൽ ധാരാളം ഫലം കൊടുക്കുക, നിറഞ്ഞ ഫലം കൊടുക്കുക. നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ പല വൃക്ഷങ്ങളുള്ള ആളുകളാണ്. മാവാകട്ടെ, പ്ലാവാകട്ടെ, ഈ പുതിയ ഇനങ്ങളൊക്കെ നാളുകളിൽ വരുന്നുണ്ട്. റംബുട്ടാനുണ്ട്, പല മാങ്കോസ്റ്റുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഈ വൃക്ഷങ്ങളൊക്കെ എല്ലാ സീസണിലും ഒരുപോലെ കായ്ക്കണമെന്നില്ല. നമ്മൾ സാധാരണ പറയും കഴിഞ്ഞ വർഷത്തെ പോലെ കാവലം ഈ വർഷം ഇല്ല എന്ന് പറയും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു വിശ്വാസി അവന് ഫലം കൊടുക്കുന്നതിൽ അവൻ 30, 60, 100 മേനിയായി വിളവ് നൽകുന്നവൻ. പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ അവൻ ഫലം നിറഞ്ഞ ഒരു വൃക്ഷമായി തീരണം എന്നാണ് കർത്താവ് അവനെ കുറിച്ച് ആഗ്രഹിക്കാനായിട്ട് ഇടയായി തീരുന്നത്. ഞാനിത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ എന്നെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പലർക്കും നമുക്ക് ചിലപ്പോൾ ദുഃഖമായിരിക്കാം അത് പറയുമ്പോൾ, ഈ ഫലം തിരഞ്ഞു വരുന്നവനാണ് ഈ കർത്താവ്. നമ്മൾ അതൊന്ന് ഓർത്ത് നോക്കിക്കേ. ഒരു വൃക്ഷം നട്ടാൽ അതിന് ചുറ്റുമൊക്കെ വേലി കുഴിച്ചിട്ടു എന്നൊക്കെ, വേലി നട്ടു, വേലി കെട്ടി, ചക്കൊക്കെ കുഴിച്ചിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് യഹൂദിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. വിശ്വാസികളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഈ വൃക്ഷത്തിൽ ഫലം അന്വേഷിച്ചു വരുന്നവനാണ് കർത്താവ്. ഞാൻ ചോദിക്കട്ടെ, 2025 വന്നപ്പോ കർത്താവ് വന്നിട്ടുണ്ടോ? ഫലം അന്വേഷിച്ച് നമ്മിൽ വന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലുമൊക്കെ കർത്താവ് വന്നു അല്ലേ? വന്നു കാണും. എന്തെല്ലാം കൊടുക്കും, ഫലം കായ്ക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ അവനത് ആഗ്രഹമുണ്ട്. നമ്മൾ അറിയാതെ ഇരുന്നു എന്നുള്ളതല്ല വിഷയം. ഈ കർത്താവ് ഫലം അന്വേഷിച്ചു വരികയാണ്. എത്രയോ ഭാഗത്ത് നമുക്കത് വായിപ്പാനായിട്ട് കഴിയും. കർത്താവ് വൃക്ഷത്തിന്റെ ഫലം അന്വേഷിച്ച് ചെല്ലുകയാണ്. കർത്താവ് ഫലം അന്വേഷിക്കുകയാണ്. അവിടെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, ഇതിന് 1 വർഷം കൂടെ നിൽക്കട്ടെ, നമുക്ക് ഫലം കായ്ച്ചെങ്കിലോ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഓർക്കാനായിട്ട് കഴിയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഫലം കൊടുക്കണം. നമ്മുടെ കർത്താവ് ഈ ഫലം തിരയുന്നവനാണ്. അത് കായ്ക്കണം എന്നവൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മളെ ലോകത്തിൽ നിർത്തിയിരിക്കുന്നു, നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നു. നാം യോഗ്യമായ ഫലം കൊടുക്കണം. അത് കർത്താവിന് ഏറ്റവും സന്തോഷകരമായ ഒന്നാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 7-21 വായിച്ചതുപോലെ, കർത്താവേ കർത്താവേ എന്ന് നിത്യം വിളിക്കുന്നവനല്ല, സ്തോത്രം സ്തോത്രം എന്ന് 100 വട്ടം പറയുന്നവനല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് പിതാവിന് ഇഷ്ടം, കർത്താവിന് ഇഷ്ടം. അപ്പോൾ അവന്റെ ഇഷ്ടം എന്നുള്ളത് നാം ഫലം കൊടുക്കണം എന്നുള്ളതാണ്. ഫലം കൊടുക്കണം എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഇവിടെ 2 നിലയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു ഫലവും ആത്മീക ഫലവും കായ്ക്കാത്തതിനെ അവൻ വെട്ടി തീയിട്ട് കളയുന്നു എന്നാണ്. അത് തീർച്ചയായും രക്ഷിക്കപ്പെടാത്തവരെ സംബന്ധിച്ചാണ്. ഒരു ഫലവും കൊടുക്കുന്നില്ല, അവൻ ആത്മീയമായി രക്ഷിക്കപ്പെടുന്നില്ല, ദൈവവചനം കൈക്കൊള്ളുന്നില്ല, അവൻ ഫലം കൊടുക്കുന്നില്ല. അത് രക്ഷിക്കപ്പെടാത്തവരെ സംബന്ധിച്ചാണ്. അവരെ നിത്യമായ, ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ, നിത്യമായ നരകത്തെ സംബന്ധിച്ച് നിത്യമായ തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും.
അവരെ വെട്ടി തീരിട്ട് കളയും. അതാണ് അവർക്കുള്ള പോംവഴി എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ വേറൊരു കൂട്ടരെ നമുക്ക് അവിടെ കാണാം. അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, കായ്ക്കുന്നതൊക്കെയും, അഥവാ രക്ഷിക്കപ്പെട്ടവൻ ഫലം കായ്ക്കും. അപ്പോൾ ആ കായ്ക്കുന്നതൊക്കെയും, ഞാൻ പറഞ്ഞാൽ 30, 60, 100 മേനി വിളയണം, അല്ലെങ്കിൽ ഫലം കായ്ക്കണം, അധിക ഫലം കായ്ക്കണം, ധാരാളം വളരെ ഫലം കായ്ക്കണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവൻ കായ്ക്കുന്നതൊക്കെയും വർഷങ്ങളായി 30 തന്നെ നിൽക്കുക എന്നിരിക്കട്ടെ, 30 തന്നെ നിൽക്കുന്നുണ്ട്. വർഷങ്ങളായി 30 ഉള്ളൂ. ഇപ്പോൾ ഈ പരിപാടികളൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കർത്താവ് ഒരു കാര്യം പറയുന്നത് കണ്ടോ, അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു എന്നാണ്. ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ പറയട്ടെ, നമ്മളൊക്കെ പല രോഗങ്ങളൊക്കെ വഹിക്കുന്നവരാണ്. എനിക്കത് നമുക്കറിയാം, എനിക്കുമുണ്ട്. ഞാനും പല രോഗങ്ങളൊക്കെ കടന്നു പോകുന്നവരാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ചിലതിനൊന്നും ചികിത്സയില്ലാതെ സൗഖ്യമാക്കാൻ സാധിക്കും. ചിലതൊക്കെ ചികിത്സയില്ലാതെ സുഖമാകും. എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഞാൻ ഫലം കായ്ക്കുമെന്ന് തീരുമാനിക്കണം. അപ്പോൾ ഈ ചെത്തും ഈ അടിയും ഈ വെട്ടതോ കർത്താവ് എന്ത് ചെയ്യും? നിർത്തും. കർത്താവിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഇവൻ അധികം ഫലം കായ്ക്കണം, ഇവൻ വളരെ ഫലം കായ്ക്കണം. ഇത് കർത്താവിന്റെ ആഗ്രഹമാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം നമ്മെ ചെത്തി വെടിപ്പാക്കുക. നമ്മൾ ഈ ബാലശിക്ഷ, ലേഖനം 12-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ ആരുള്ളൂ, അപ്പൻ സ്നേഹിക്കുന്നവനെ എല്ലാം ശിക്ഷിക്കുന്നു എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. ബാലശിക്ഷയെ കുറിച്ച് ഞാൻ അവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയട്ടെ, അവൻ ചെത്തി വെടിപ്പാക്കുന്നു. നമ്മൾ പല വൃക്ഷങ്ങളും അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പല വൃക്ഷങ്ങളും അങ്ങനെയാണ്. അത് ചെത്തി വെടിപ്പാക്കിയാൽ അധിക ഫലം അത് കൊടുക്കും എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ പല കാര്യങ്ങളും നമ്മൾ അറിയണം. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നും കൂടെ വിചിന്തനം ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. എല്ലാത്തിനും നമുക്ക് ഡോക്ടറല്ല ആശ്രയം, എല്ലാത്തിനും നമുക്ക് മറ്റു പല വിധത്തിലുള്ള മാർഗങ്ങളല്ല ആശ്രയം. ദൈവ പൈതലിനെ സംബന്ധിച്ച് ദൈവഹിതം ആരായേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു, ദൈവഹിതം എന്താണ്, ഇത് നമ്മൾ അറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഒരുപക്ഷെ പ്രിയരെ, നാം കുറച്ചുകൂടെ ഫലം കായ്പാൻ, നാം കർത്താവിന് വേണ്ടി കുറച്ചുകൂടെ ശോഭിക്കുവാൻ, കർത്താവിന് വേണ്ടി കുറച്ചുകൂടെ പ്രയോജനപ്പെടുവാൻ ഒരു പക്ഷേ കർത്താവ് ഈ നിലയിൽ നമ്മെ ചെത്തി വെടിപ്പാക്കുക എന്നുള്ളത് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നാം വ്യക്തിപരമായി നാം ഓരോരുത്തരും വിശ്വാസികളാണോ, അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമുണ്ടാകണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവം വെളിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ വെളിച്ചം നൽകുന്ന, ദൈവം നൽകുന്ന വെളിച്ചത്തിൽ ജീവിക്കാനായിട്ട് നാം സമർപ്പണം ചെയ്താൽ ദൈവം നമ്മെ അധികമായി ഉപയോഗിക്കും. അധികമായി ദൈവം നമ്മെ ഉപയോഗിക്കും. പല പ്രയാസങ്ങൾ, പല വൈതരണികൾ നാം അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അതിന് ഉത്തരം എവിടെ കിട്ടുമെന്നറിയാമോ? അത് താഴെ അത് വായിക്കുന്നുണ്ട്. നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം ഇപ്പോൾ നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു എന്നാണ്. അപ്പോ ദൈവവചനത്തിൽ അതിനുത്തരമുണ്ടാകും. എന്തുകൊണ്ട് എന്ന ചോദ്യം ദൈവത്തോട് ചോദിച്ചാൽ ദൈവവചനത്തിൽ അതിനുത്തരമുണ്ടാകും. വചനം കൊണ്ട് അവൻ നമ്മൾ എന്ത് ചെയ്യും? ശുദ്ധീകരിക്കും. നമുക്ക് ഫലം കൊടുക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളെ കർത്താവ് നമുക്ക് നൽകും. അതിനുള്ള പ്രാപ്തി ദൈവം നൽകും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, ഒന്ന്, ഈ 15-ാം അധ്യായം ക്രിസ്തീയ ഫലം എന്ന അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ, ഒന്ന്, നാം ഫലം കായ്ക്കണം. അത് ദൈവത്തിന് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ദൈവം അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം എന്ന് പറയുന്നത്, നമ്മൾ ലോകത്തിൽ നമ്മെ തിരിച്ചറിയണം. നാം രക്ഷിക്കപ്പെട്ട ദൈവപൈതലാണ്. കർത്താവിനെ നാം കാണിക്കണം, അല്ലെങ്കിൽ കർത്താവിലെ ജീവിതത്തിൽ നാം വരച്ച് കാണിക്കണം. ക്രിസ്തുവിന്റെ പത്രങ്ങൾ എന്ന് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മെക്കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ ഫലം കർത്താവിനെയാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ഫലം കായ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ അത് ഒന്ന് ഓർപ്പിക്കാം. ഈ ഫലം നമ്മൾ കായ്ക്കുന്നത് ദൈവത്തിന്റെ നാമ മഹത്വത്തിനു വേണ്ടിയാണ് നാം ഫലം കായ്ക്കുന്നത്. അതിന്റെ 15-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമുക്കത് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇങ്ങനെ ഫലം കൊടുക്കാനായിട്ട് ലോകത്തിൽ നമ്മെ ഒരു വൃക്ഷമാക്കി, ഫലം കായ്ക്കുന്ന വൃക്ഷമാക്കി നിർത്തുമ്പോൾ, അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കും, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആകും എന്നാണ്. എന്തിനാ നമ്മൾ ഫലം കൊടുക്കണം എന്ന് കർത്താവ് പറയുന്നത്?
നിങ്ങൾ തിരിച്ചറിയണം എന്ന് പറയുന്നത് എന്തിനാ? നമ്മളെ ഫലം കൊടുക്കുമ്പോൾ നമ്മെ തിരിച്ചറിയുന്നു എന്ന് മാത്രമല്ല, അതിലൂടെ അവന്റെ നാമം മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയുന്നു എന്നുള്ളതാണ്. ഈ 15-ാം അധ്യായത്തിൽ ആത്മീക ഫലം എന്താണെന്ന് വിശകലനം ചെയ്യുന്നില്ല. ആത്മീക ഫലം എന്താണെന്ന് ഈ 15-ാം അധ്യായം മുഴുവൻ വായിച്ചാൽ നമുക്ക് അവിടെ ഒന്നും കാണാൻ കഴിയില്ല. ആത്മീക ഫലം ഒരു ഫലത്തെക്കുറിച്ചും അവിടെ പറയുന്നില്ല. അപ്പോൾ ഫലത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത് മറ്റു വേദഭാഗങ്ങളിലാണ്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ആമുഖമായി ഞാൻ ഓർപ്പിക്കട്ടെ. ഈ കാലഘട്ടം എന്ന് പറയുന്നത്, ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾക്ക് സംഭവിക്കുന്നത് ഈ ഫലമില്ലായ്മയാണ്. ഞാൻ ഫലം കായ്ക്കണം. ഫലം എന്താണെന്ന് ദൈവം അനുവദിച്ചാൽ പിന്നീട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നാം ഓരോരുത്തരും സമൂഹത്തിൽ നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ഞാനൊരു ദൈവ പൈതലാണ് എന്ന് വെളിപ്പെടുത്തുവാൻ, ഫലം കൊണ്ട് വെളിപ്പെടുത്തുവാൻ സാധിച്ചാൽ നിശ്ചയമായും ഈ നാളുകളിൽ നമ്മുടെ സഭയുടെ അതിരുകൾ വിശാലമാകും. അനേകർ കർത്താവിനെ അറിയും. ഈ നല്ലവനായ കർത്താവിനെ സ്നേഹിപ്പാൻ, സേവിപ്പാൻ അനേകർ തീരുമാനിക്കും. നമ്മുടെ പ്രവർത്തനങ്ങൾ, അവരോടുള്ള സമീപനം, നമ്മുടെ വാക്കുകൾ, ഇതൊക്കെ ഒരിക്കലും ലോകത്തിൽ, ദൈവത്തിൽ നിന്നോ കർത്താവിൽ നിന്നോ ഒരാളെ അകറ്റുന്നതാക്കാൻ പാടില്ല. അവനെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നത് ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഫലം കായ്ക്കുന്നത് അത് അനേക സ്ഥലത്ത് അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിയും. നമ്മൾ എന്ത് ആത്മീക ഫലം കൊടുത്താലും അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. ഒരു ഭക്തൻ പാടിയ പാട്ട് നമ്മൾ പാടുന്നുണ്ടല്ലോ, ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം. ആ പാട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ പാടുന്നത്. 30, 60, 100 മേനിയായി വലിയൊരു വിളവേകിടാം എന്നാണ്. ഈ കാലങ്ങളിൽ ക്രൈസ്തവ ലോകത്തിന് നഷ്ടപ്പെട്ട ആത്മീക ഫലങ്ങൾ നമ്മിൽ നിന്ന് പുറപ്പെടണം, നമ്മിൽ ഉണ്ടാകണം. നാം ഫലം കായ്ക്കണം. നമ്മൾ ആറ്റിനകത്ത് നട്ട വൃക്ഷം പോലെ ആഴത്തിൽ വചനത്തിൽ വേരൂന്നി നിന്നുകൊണ്ട് എങ്ങനെയാണ് ഫലം കായ്ക്കുന്നത്, ആരാണ് ഫലം കായ്ക്കുന്നതെന്ന് പറഞ്ഞത് വായിക്കുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരാണ്, ക്രിസ്തുവിൽ വസിക്കുന്നവരാണ്, അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നവരാണ്. ഇത് 3-4 കാര്യങ്ങൾ അവിടെ കാണാനായിട്ട് കഴിയും. എങ്ങനെ ഒരു വിശ്വാസിക്ക് ഫലം കൊടുക്കാൻ കഴിയും? നാം തിരഞ്ഞെടുക്കപ്പെടണം, അതിലെ നമ്മൾ വിശ്വാസികളാകും. രണ്ടാമത്, അവന്റെ വചനത്തിൽ നാം നിലനിൽക്കണം. മൂന്നാമത്, നാം ക്രിസ്തുവിൽ വസിക്കണം. നാലാമത്, അവന്റെ സ്നേഹത്തിൽ നാം നിലനിൽക്കണം. അങ്ങനെ നിലനിൽക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് സമൃദ്ധിയായ ഫലം കൊടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് വരുന്ന നാടുകളിൽ നമ്മെ പ്രിയപ്പെട്ടവരെ വിദ്യാഭ്യാസം നോക്കിയല്ല, മുക്കുവരായ തന്റെ ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തത് അവരുടെ പ്രാഗൽഭ്യം നോക്കിയിട്ടല്ല, സമൂഹത്തിൽ അവർക്ക് എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് നോക്കിയിട്ടല്ല അവരെ കർത്താവ് തിരഞ്ഞെടുത്തത്. വിവിധമായ സ്ഥലങ്ങളിൽ വെച്ച് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതുപോലെ അത്തിയുടെ ചോട്ടിലിരിക്കുമ്പോഴോ, വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴോ, മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴോ, സക്കായിയെ തെരഞ്ഞെടുത്തതുപോലെ ആ അത്തിയുടെ മുകളിലിരിക്കുമ്പോഴോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ എപ്പോഴൊക്കെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്? കർത്താവ് തിരഞ്ഞെടുത്തതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, അവന് വേണ്ടി ഫലം കൊടുക്കുന്നവരായി, നീതിഫലം നിറഞ്ഞവരായി നാം തീരണം. അതുകൊണ്ട് നമുക്ക് ഈ നാളുകളിൽ ആ നിലയിൽ കർത്താവിന് വേണ്ടി ധാരാളം ഫലം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഫലം എന്താണെന്നുള്ള തിരുവെഴുത്ത് പറയുന്നുണ്ട്. പിന്നീട് ഒരു അവസരത്തിൽ അത് പറയാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. ദൈവത്തിന്റെ വചനം നാമം മഹത്വപ്പെടുമാറാകട്ടെ.